So I don't like giving small solutions. ഞാൻ ഒരിക്കലും ചെറിയ ചെറിയ പരിഹാരങ്ങളിൽ വിശ്വസിക്കുന്നില്ല, ചെറിയ ചെറിയ പരിഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. So I want to give you a big solution. ഞാൻ നിങ്ങൾക്ക് വളരെ വലിയ, വളരെ അർത്ഥവത്തായ ഒരു പരിഹാരം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. I want to give you your own amplifier. നിങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന, നിങ്ങൾക്ക് ശക്തി നൽകുന്ന, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരൊന്ന് നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So that when you feel something, immediately your voice is heard in Delhi. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതേ നിമിഷം തന്നെ നിങ്ങളുടെ ശബ്ദം ഡൽഹിയിൽ കേൾക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And in my view, there is only one amplifier that will solve this problem. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരേ ഒരു ഫലപ്രദമായ സംവിധാനം മാത്രമേ ഉള്ളൂ. And that is your own ministry in Delhi. അത് നിങ്ങളുടെ സ്വന്തം മന്ത്രാലയം ഡൽഹിയിൽ നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ സ്വന്തം ഒരു മന്ത്രിസഭയാണ്. Somebody has to represent you, all the fishermen of the country. This parliament has to be represented in that parliament. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രാലയം, നിങ്ങളെ പ്രതിനിധീകരിക്കാൻ, ഇവിടെയുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളെയും പ്രതിനിധീകരിക്കാൻ ഈ പാർലമെന്റിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു മന്ത്രാലയം ഉണ്ടാവണം. So my commitment to you is that the moment we win in 2019, all the fishermen of this country will get their own dedicated ministry in Delhi. എനിക്ക് നിങ്ങളോട് നൽകാനുള്ള വാഗ്ദാനം, നിങ്ങളോട് നൽകാനുള്ള ഉറപ്പാണ്, 2019 നമ്മൾ ഇലക്ഷൻ ജയിക്കുന്ന അതേ സമയം ഈ നാട്ടിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഡൽഹിയിൽ ഒരു പ്രത്യേക മന്ത്രാലയം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നു. അതെന്റെ വാഗ്ദാനമാണ്. And I'm not like Narendra Modi. I don't make fake promises. ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പോലെ അല്ല. ഞാൻ കപട വാഗ്ദാനങ്ങൾ നൽകാറില്ല. You please look at my speeches. When I say something, I only say it because I have decided to do it. നിങ്ങൾ എൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഒരു കാര്യം പറയുന്നെങ്കിൽ, എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച ശേഷമാണ് എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയുന്നത്. So it is a commitment of mine and it is the commitment of the Congress party that we will deliver you your ministry. അത് എൻ്റെ നിങ്ങളോടുള്ള ഉറപ്പാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഭാരതത്തിലെ മത്സ്യത്തൊഴിലാളികളോടുള്ള ഉറപ്പാണ്, വാഗ്ദാനമാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് നിങ്ങളുടേതായ മന്ത്രാലയം നൽകിയിരിക്കും. And this will be the weapon, non-violent weapon of all the fishermen in the country. അത് ഈ മന്ത്രാലയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഹിംസാത്മകമായ ആയുധമായിരിക്കും. ഈ നാട്ടിലെ ഓരോ മത്സ്യത്തൊഴിലാളിയുടെ ആയുധമായിരിക്കും. And I am confident that issues like the Sri Lankan issue, issues like the CRZ issue, issues like the trawler issue will be taken up and your voice in Delhi will be able to resolve them. ശ്രീലങ്കൻ നേവിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂസ്, ട്രോളിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും കേൾക്കുകയും ഈ പ്രശ്നങ്ങൾ ഡൽഹിയിൽ എത്തിക്കുകയും ചെയ്യാൻ ഈ മന്ത്രാലയത്തിലൂടെ സാധിക്കും.